നടപ്പാതകൾക്ക് ഇരുവശമോ അല്ല മുറ്റത്തോ അല്ല ചട്ടിയിലോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറി ഒരു പരിഭവവും പരാതിയും ഒന്നുമില്ലാതെ ഇങ്ങനെ ആകർഷകമായി അത്യാകർഷകമായി നിൽക്കുന്ന ഒരു ചെടിയാണ് കോളിസ് എന്ന് പറയുന്നത്. ഒട്ടും പരിചരണ ആവശ്യമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ഇല മാത്രം കൊണ്ടിട്ടപ്പോൾ മതി. അതുപോലും ഇങ്ങനെ വേര് വെച്ച് ഇങ്ങനെ പടർന്ന് കയറി നല്ല അത്യാകർഷകമായി നിൽക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഈ കോളിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു തൈ കൊണ്ടുവച്ചെങ്കിൽ ചട്ടി നിറഞ്ഞ് കവിഞ്ഞു. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ചട്ടി നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. വേറെയും ചെടികളുണ്ട്, നിലത്ത് നട്ടിട്ടുണ്ട് അതുപോലെ നിൽക്കുന്ന ചെടികൾ. പിന്നെ അരളിയ ചെടികൾ, ഇതൊക്കെ നമുക്ക് ഒരു ചിലവുമില്ലാതെ മുറ്റത്ത് നട്ടു വളർത്താവുന്ന ഇലച്ചെടികളാണ്, വർണ്ണച്ചെടികളാണ്. പൂക്കളുണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിനും മനസ്സിനും അത്യാകർഷകമാക്കുന്ന ഒരു ചെടി തന്നെയാണ് ഇവയൊക്കെ. ഇത് അരളിയ ചെടികൾ കുറേ എണ്ണം വളർത്തണമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് തൈകൾ എന്ന് പറയില്ല, കുഞ്ഞു ശിഖരങ്ങളെടുത്ത് വീണ്ടും വീണ്ടും നട്ട് വെച്ചതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചെടി ഇഞ്ചിക്കൂവ അങ്ങനെ എന്തോ പറയുന്ന ഒരു ചെടിയാണ്. പക്ഷെ എത്ര ആകർഷകമാണ് ഇതിൻ്റെ ആ ഒരു ഇലകളുടെ വർണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ശിഖരത്തിൽ അത് കിടക്കുന്ന ആ ഒരു ഇതും ഒരു സ്റ്റെപ്പ് പോലെ കാണപ്പെടും. മുകളിൽ നിന്ന് താഴോട്ടൊരു ഓരോ സ്റ്റെപ്പ് പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഇലയുടെ ഘടന കിടക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമാണ് ആ ഇലകൾ. അപ്പോൾ ഇതൊരു ചെടി, പച്ച കളറുള്ള ഒരു ചെടി. അങ്ങനെ കുറേയേറെ ഇലച്ചെടികൾ മാത്രമായി എൻ്റെ ശേഖരത്തിലുണ്ട്. ഇത് മഗ്ലോണിയമുടെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഒരു ഇലച്ചെടി, മുകളിലേക്ക് നല്ല ഉയരത്തിൽ നിൽക്കുന്നത്.